ആലപ്പുഴയിലും മഴക്കെടുതിക്ക് ശമനമില്ല. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ചെങ്ങന്നൂരിലും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. 77 ക്യാമ്പുകളിലായി 80,000 പേരാണുള്ളത്. പമ്പയിലും അച്ചൻകോവിലാറിലും ജലനിരപ്പ് കുറയാത്തത് ആശങ്കയാണ്. ഇതിനിടെ തോട്ടപ്പള്ളി സ്പിൽവേയെ ചൊല്ലി രാഷ്ട്രീയ വിവാദവും ചൂടുപിടിക്കുന്നു. മഴക്കെടുതിയിൽ വലയുകയാണ് ആലപ്പുഴ. ചെങ്ങന്നൂരിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുവൻപണ്ടൂർ, പാണ്ടനാട്, വെൺമണി തുടങ്ങിയിടങ്ങളിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല. ചെന്നിത്തല പഞ്ചായത്തിൽ ഇന്ന് പുതിയ ക്യാമ്പ് തുറന്നു. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ 10 ഏക്കർ കൃഷി മട വീണ് നശിച്ചു. വിവിധയിടങ്ങളിൽ മടവീഴ്ചയെ തുടർന്ന് വ്യാപകമായി കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മടവീഴ്ച വലിയ പ്രശ്നമായി, കൂടുതൽ കവിഞ്ഞു കയറിയ പിന്നെ ഞങ്ങൾ പിരിവെടുത്ത ഇത് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കവിഞ്ഞു കയറിയപ്പോൾ അതും പോയി. ഇത് മട വീണതിന് മൂലമക്ക മട വീണ ശേഷം ആട്ടറമ്പിലും മറ്റെല്ലായിടത്തും ഉള്ള ഞങ്ങളുടെ വീടുകളിൽ പെരയ്ക്കകത്തൊക്കെ മുട്ടറ്റം വെള്ളമാണ്. ഇതിനിടെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിൽ കുട്ടനാട് MLA റെജി ചെറിയാൻ അതൃപ്തി പരസ്യമാക്കി. ഒഴുക്കിന് തടസ്സമായി നിന്ന തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപത്തെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക നടപ്പാത MLA ഇടപെട്ട് ഭാഗികമായി പൊളിച്ചു നീക്കി. നല്ലതോ ചുറ്റും മൊത്തം തുറന്നു വെക്കാൻ പറഞ്ഞു. കാരണം ജനങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാവരുത്. കാരണം ഇത് തുറന്നിട്ടില്ല, അതുകൊണ്ട് ഇവിടെ വെള്ളം നിൽക്കുന്നു എന്നുള്ളത്. അവിടെ തുറക്കണം, നല്ല താഴ്ച തുറന്നു വെച്ചേ പറ്റൂ. കാരണം അത് തീർച്ചയായിട്ടും ചെയ്യും. റെജി ചെറിയാൻ MLAയുടെ വിമർശനത്തിന് പിന്നാലെ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും എം ലിജുവും തോട്ടപ്പള്ളിയിലും കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശനം നടത്തി. തോട്ടപ്പള്ളി പൊഴിമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വീഴ്ചയില്ലെന്ന് ചെന്നിത്തല. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീഡിംഗ് ചാനലിന്റെ ആഴം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ സ്പിൽവേയിലൂടെ കൂടുതൽ വെള്ളമൊഴുക്കി കളയുക. ഇതാണ് വേണ്ടത്. ഇപ്പൊ അതിനുള്ള നടപടികളാണ് ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ സർക്കാർ വീഴ്ച ആരോപിച്ച് തോട്ടപ്പള്ളി ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ CPM-ഉം BJP-യും പ്രതിഷേധിച്ചു. ഇപ്പോൾ നടക്കുന്ന പൊഴിമുറിക്കൽ അശാസ്ത്രീയമെന്നും ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുതെന്നും വൈകാരിക പ്രതികരണവുമായി സജി ചെറിയാൻ MLAയും രംഗത്ത് വന്നു. ഇന്ന് രാത്രിക്കുള്ളിൽ എന്ത് സംവിധാനമാണോ ഗവൺമെന്റ് ഉള്ളത് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പൊഴി മുറിക്കണം. 300 മീറ്റർ വീതിയിൽ പൊഴി മുറിക്കണം. ഇപ്പൊ തന്നെ പൊഴി മുറിക്കുന്നത് അങ്ങേയറ്റം അശാസ്ത്രീയമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുക്കിപ്പണിത ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പലയിടത്തും ഇന്നും വെള്ളക്കെട്ട് രൂക്ഷമാണ്. KSRTC സർവീസ് നടത്തുന്നുണ്ടെങ്കിലും വെള്ളം ഉയർന്നാൽ നിർത്തിവച്ചേക്കും. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ KSRTC സർവീസുകൾ നേരത്തെ നിർത്തിയിരുന്നു. ഇന്ന് പകൽ ഇടവിട്ട് മഴ പെയ്തുവെങ്കിലും വൈകുന്നേരത്തോടെ ആകാശം തെളിഞ്ഞത് ആലപ്പുഴയ്ക്ക് ആശ്വാസമായി. ഈ സ്ഥിതി തുടരുന്നതിനോടൊപ്പം സമീപ ജില്ലകളിൽ മഴ പൂർണ്ണമായും മാറി നിന്നാൽ മാത്രമേ ആലപ്പുഴ ജില്ലയ്ക്ക് പ്രളയ ദുരിതത്തിൽ നിന്നും പൂർണ്ണമായും മോചനം ലഭിക്കൂ. ലേഷ് കാഞ്ഞിങ്ങാവിനോടൊപ്പം ആലപ്പുഴയിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.